താഴ്വരയിൽ വീണ്ടും നിലാവ് വീണു. ചെന്നായ്ക്കളുടെ ഒരിടൽ ഇപ്പോൾ കേൾക്കാനില്ല. മൂടൽമഞ്ഞിൻ്റെ ആവരണത്തിന് കനം കുറഞ്ഞിട്ടുണ്ട്. ചന്ദ്രൻ്റെ പ്രകാശം മടങ്ങി വന്നതിൽ പീറ്റർ പാർക്കർ ആഹ്ലാദിച്ചു. ഇരുട്ടിൽ എപ്പോഴോ അയാൾ ബാഗിൽ നിന്നും റിവോൾവർ കയ്യിലെടുത്തിരുന്നു എന്ന് ഗ്രെഗ് ഹഡ്സണ് മനസ്സിലായി. താഴ്വരയിൽ കണ്ട കുതിരയെയും കുതിരക്കാരനെയും ഇപ്പോൾ കാണാനില്ലല്ലോ. അയാൾ എങ്ങോട്ട് പോയി? പീറ്റർ പാർക്കർ ഒരാത്മകഥം പോലെ ഉരുവിട്ടു. അതേ ചോദ്യം തന്നെ ഗ്രെഗ് ഹഡ്സന്റെ മനസ്സിലും സംശയത്തിൻ്റെ നിഴൽ വീഴ്ത്തിയിരുന്നു. അത് നമ്മുടെ തോന്നലായിരുന്നോ എന്നെനിക്കിപ്പോൾ സംശയം തോന്നുന്നു. അയാൾ പറഞ്ഞു, സുഹൃത്തെ, എന്താണ് പറഞ്ഞത്? തോന്നലായിരുന്നെന്നോ? നാം കണ്ട മഞ്ഞു കൊടുങ്കാറ്റ് തോന്നലായിരുന്നു. ഉദിച്ചുയർന്നു നിൽക്കുന്ന ഈ ചന്ദ്രബിംബം തോന്നലാണോ? നാം കാണുന്ന കാർപ്പാത്തിയൻ മലനിരകൾ തോന്നലാണോ? അല്ല അല്ല അല്ല. മഞ്ഞു വീണ പാതയിലൂടെ വരുന്ന ആ കുതിരയെയും അതിൻ്റെ പുറത്തിരിക്കുന്ന കുലീന വേഷധാരിയെയും ഞാൻ കണ്ടതാണ്. പീറ്റർ പാർക്കറിന് സംശയമില്ലായിരുന്നു. അപ്പോൾ ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു, എങ്കിൽ ഈ വിജന സ്ഥലത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന അയാൾ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനായിരിക്കില്ല. നാം രണ്ടുപേരുണ്ടായിട്ടും ഇവിടുത്തെ അന്തരീക്ഷം നമ്മെ അസ്വസ്ഥരാക്കുന്നു. അപ്പോൾ ആ ഭീകരഭൂമിയിലെ ആ ഏകാന്ത സഞ്ചാരി ആരായിരിക്കും? ഈ ചോദ്യത്തിന് എളുപ്പം ഒരു മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെ യുക്തിബോധത്തെ ന്യായീകരിക്കാത്ത ഒന്നിനെയും ഞാൻ അംഗീകരിക്കില്ല. പീറ്റർ പാർക്കർ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്നാൽ ഗ്രെഗ് ഹഡ്സൺ അതിനെ എതിർക്കുകയാണുണ്ടായത്. പക്ഷേ കഥകളിൽ നാം കേൾക്കാറുള്ളത് അങ്ങനെയല്ലല്ലോ. ഈ പ്രദേശത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയത്തോടെ മാത്രമാണ്. നാം ആ വിജനതയിൽ കണ്ട കുതിരക്കാരൻ അത്തരത്തിൽ ഭയം ജനിപ്പിക്കുന്ന എന്തെങ്കിലും ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു. സുഹൃത്തെ, ഞാൻ അതിനോട് ഒരു പരിധി വരെ മാത്രം യോജിക്കാം. പക്ഷേ താങ്കൾക്കും എനിക്കും അസ്വസ്ഥതയുണ്ടാക്കുന്നത് ഈ സ്ഥലത്തെ ഏകാന്തതയും വിജനതയുമാണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവുമോ? പരിഷ്കൃത ലോകത്തു നിന്നും 100 കണക്കിന് കിലോമീറ്റർ അകലെ പേടിപ്പിക്കുന്ന കഥകളുള്ള പശ്ചാത്തലമുള്ള ഈ സ്ഥലത്ത് എത്തുന്നവർ എന്ത് കണ്ടാലും ഭയപ്പെടുക തന്നെ ചെയ്യും. ശരിയല്ലേ? പീറ്റർ പാർക്കർ പറഞ്ഞു നിർത്തി. സുഹൃത്ത് പറഞ്ഞതിനെക്കുറിച്ച് ഗ്രെഗ് ഹഡ്സൺ ആലോചിച്ചു. സുഹൃത്തിൻ്റെ ഭാഗത്തുനിന്നും ചിന്തിക്കാൻ അയാൾ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ കഠിന ശ്രമം നടത്തിയിട്ടും അകാരണമായ ഒരു ഭയം അയാളെ കൂടുതൽ കൂടുതൽ വലയം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പീറ്റർ പാർക്കർ വീണ്ടും സംസാരിച്ചു തുടങ്ങി. നമ്മുടെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ, അതായത് നിലാവിൽ ദൂരെ നാം കണ്ട കുതിരക്കാരൻ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ, ഏറെ താമസിയാതെ അയാൾ താഴ്വരയിൽ നിന്നും ഈ കല്ലറകളിലേക്കുള്ള വഴിയിൽ പ്രവേശിക്കും. അങ്ങനെയെങ്കിൽ നാം ഇവിടെയുണ്ടെന്നോ ഇവിടെ ഒരു ഭീകര സ്ഥലമാണെന്ന് അറിയാതെയാണ് അയാളുടെ യാത്ര, അല്ലേ? ആവാം. പക്ഷേ അയാളുടെ ആ പഴയ വേഷം, എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോഴും പ്രഭുക്കന്മാർ യൂറോപ്പിൽ പലയിടങ്ങളിലുമുണ്ട്. പക്ഷേ ഇത്ര പ്രാചീന വേഷം അവരാരും ധരിച്ച് കണ്ടിട്ടില്ല, ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു. അതിന് വ്യക്തമായ ഒരു മറുപടി പറയാനില്ലാതെ പീറ്റർ പാർക്കർ വിഷമിക്കുന്നു എന്ന് ഗ്രെഗ് ഹഡ്സണ് തോന്നി. ഈ സാഹചര്യത്തിൽ സുഹൃത്തിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അയാൾ പറഞ്ഞു, നമുക്ക് എന്തായാലും കുറച്ചു സമയം ആ കാട്ടുപാത ശ്രദ്ധിക്കാം. താഴ്വര മുറിച്ച് കടന്നാൽ അയാൾക്ക് അതല്ലേ ഉള്ളു വഴി. അപ്പോൾ നമ്മുടെ കണ്ണിൽ പെടാതെ അയാൾക്ക് ഇങ്ങോട്ട് വരാനാവില്ല. അതിനോട് പീറ്റർ പാർക്കറും യോജിച്ചു. ബാഗിൽ കരുതിയിരുന്ന ആഹാരത്തിൽ അല്പമെടുത്ത് തിടുക്കത്തിൽ കഴിച്ചുകൊണ്ട് ഇത്തിരി വൈനും കുടിച്ച് അവർ തങ്ങൾ കടന്നു വന്ന പാതയിലേക്ക് കണ്ണും നട്ടിരുന്നു. മിനിറ്റുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. സ്ലീപ്പിംഗ് ബാഗിനുള്ളിലും അവരുടെ ശരീരത്തെ തണുപ്പ് നിഷ്കരുണം ആക്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അസാധാരണ ആത്മബലവും വ്യായാമമുറകളാൽ ഊർജ്ജസ്വലമാക്കിയ ശരീരവും അവർക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ താങ്ങായി തീരുക തന്നെ ചെയ്തു. ഉറക്കം കൺപോളകളെ വലിച്ചടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവർ കണ്ണിമയ്ക്കാതെ താഴ്വരയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. പീറ്റർ പാർക്കർ ചങ്ങാതിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, അതാ നോക്കൂ, കണ്ടോ? അപ്പോഴേക്കും ഗ്രെഗ് ഹഡ്സണും ആ കാഴ്ച കണ്ടിരുന്നു. അധികം ഉയരമില്ലാത്ത ഒരു ഇരുണ്ട രൂപം. അത് ശരവേഗത്തിൽ ആ പാതയിലൂടെ മുന്നോട്ട് കുതിക്കുന്നു. ഇരുട്ടിൽ അതെന്തെന്ന് വ്യക്തമല്ല. ആ രൂപത്തിൻ്റെ പിന്നാലെ പായുകയാണ് ഒരു കുതിര. കുതിരപ്പുറത്ത് ഒരു മനുഷ്യൻ. അത് അവർ നേരത്തെ കണ്ട രൂപം തന്നെ. കുറ്റിക്കാട്ടിൽ തലങ്ങും വിലങ്ങും പായുന്ന ഇരുണ്ട രൂപത്തെ പിന്തുടരുകയാണ് കുതിരയും കുതിരക്കാരനും. അയാളുടെ കയ്യിൽ നീളമുള്ള ഒരു കുന്തമുണ്ട്. അത് നാം നേരത്തെ കണ്ട പ്രഭു തന്നെ. നോക്കൂ, അയാളൊരു കാട്ടുപന്നിയെ വേട്ടയാടുകയാണ്.
അവർ അത് പറയുമ്പോഴേക്കും കുതിരക്കാരൻ തൻ്റെ കുന്തം ചുഴറ്റിയെറിഞ്ഞു. അത് മുമ്പേ പായുന്ന ജീവിയുടെ മേൽ പതിച്ചു. ഭീകരമായ ഒരു മുരൾച്ചയും ഇടിമുഴക്കം പോലെ ഒരട്ടഹാസവും ആ വിജനതയെ പ്രകമ്പനം കൊള്ളിച്ചു. നോക്കൂ, കുന്തമേറ്റ ജീവി അതുമായി ഇങ്ങോട്ട് പാഞ്ഞു വരികയാണ്, ഗ്രെഗ് പറഞ്ഞു. പിന്നാലെ ആ കുതിരക്കാരനുമുണ്ട്. ആ ജീവി ഇങ്ങോട്ട് വന്നാൽ പിന്നാലെ അയാളും എത്തും. അയാൾ നമ്മെ കാണാതിരിക്കുന്നതാണ് നല്ലത്. തോക്കെടുത്തോളൂ, പീറ്റർ പാർക്കർ ചങ്ങാതിക്ക് മുന്നറിയിപ്പ് നൽകി.